ചങ്ങായിമാർ ഇന്നലെ നമ്മളെല്ലാരെയും സങ്കടത്തിലാക്കി കൊല്ലത്തൊരു വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ചു. അല്ലെങ്കിൽ തന്നെ ഓരോ ദിവസം തുടങ്ങുന്നത് ഒരുപാട് സങ്കടപ്പെടുന്ന വാർത്തകളായിട്ടായിരിക്കും. ഇന്നലെയും അതുപോലത്തെ വാർത്തയായിരുന്നു. ആ സംഭവത്തിൽ ആരാണ് തെറ്റുകാരെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും കേരള സർക്കാർ തെറ്റുകാരാണ്, KSEB തെറ്റുകാരാണ്, പിന്നെ ആ കുട്ടിയെ കുറ്റം പറഞ്ഞ മന്ത്രി ചിഞ്ചുറാണി തെറ്റുകാരത്തിയാണ്, പിന്നെ ആ സ്കൂൾ മാനേജ്മെന്റ് തെറ്റുകാരാണ്, PTA ആ സ്കൂളിലെ PTA തെറ്റുകാരാണ്, പിന്നെ ആ വൈദ്യുതി കമ്പി അങ്ങനെ തന്നെ കണ്ടിട്ട് ഇതുവരെ അതിനെതിരെ പ്രതികരിക്കാത്ത ഓരോ മനുഷ്യനും, അതിലൂടെ കടന്നുപോയ ഓരോ മനുഷ്യനും ആ കുട്ടിയുടെ മരണത്തിൽ തെറ്റുകാരാണ്, ഉത്തരവാദികളാണ്. പക്ഷെ ഞാൻ പറയാൻ പോകുന്നത് അതിനെക്കുറിച്ചൊന്നുമല്ല. ഈ വാർത്തയൊക്കെ നമ്മുടെ മുന്നിലെത്തുന്ന മാധ്യമങ്ങളുണ്ടല്ലോ, മനുഷ്യത്വത്തിന്റെ കഥ പറയുന്ന, നന്മയുടെ കഥ പറയുന്ന, രാത്രി ചർച്ച വെച്ചിട്ട് മനുഷ്യത്വമില്ലാത്തവരുടെ എല്ലാം കുറ്റം പറയുന്ന, മറ്റുള്ള എല്ലാ മേഖലകളിൽ നടക്കുന്ന, ഇവരുടെ മാധ്യമ പ്രവർത്തന മേഖലയിലല്ല മറ്റുള്ള എല്ലാ മേഖലയിൽ നടക്കുന്ന എല്ലാ തട്ടിനെയും എല്ലാ മനുഷ്യത്വരഹിതമായ പ്രവർത്തനത്തെക്കുറിച്ചും ചർച്ച നടത്തുന്ന, വിമർശിക്കുന്ന ഈ മാധ്യമങ്ങളുടെ ഡബിൾ ഡാഡി സിൻഡ്രത്തിന്റെ ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. എത്ര കാലമായി ഒരു ദുരന്തം നടന്നു കഴിഞ്ഞാൽ ആ ദുരന്തത്തിലേക്ക് ക്യാമറ കണ്ണുമായി ഇവരെ മൈക്കിന്റെ കോലുമായി പോയിട്ട് എത്ര വിമർശനം നേരിട്ടാലും ഒരു മാറ്റവുമില്ല. ഇവര് ഏതെങ്കിലും യൂട്യൂബ് ചാനൽ മൈക്കും കോലുമായി പോയി കഴിഞ്ഞാൽ അവരെ കുറ്റപ്പെടുന്ന, അതായത് അർജുന്റെ മരണം ഉണ്ടായിട്ട് അർജുന്റെ വീട്ടിലേക്ക് അർജുന്റെ കുട്ടിയോട് ഒരു യൂട്യൂബ് ചാനലിൽ ഒരു പെൺകുട്ടി പോയി പറഞ്ഞപ്പോ ഓരോ കാര്യങ്ങൾ ചോദിച്ചപ്പോ അതിനെ നിശിതമായി വിമർശിച്ച, അതിനെ വിമർശിക്കുകയില്ല, അതിനെ തെറിവിളിക്കുക തന്നെ വേണം, അതിനെ ശക്തമായി വിമർശിച്ച മാധ്യമങ്ങൾ, ഈ മാധ്യമങ്ങൾ എത്ര മരണ വീട്ടിൽ ഇവരെ കോലുമായി പോയിട്ടുണ്ട്, ഇവരെ ക്യാമറ കണ്ണുമായി കരച്ചിൽ ഒപ്പിയെടുത്തിട്ടുണ്ട്. ആ കരച്ചിൽ സേഡ് മ്യൂസിക് ഇട്ടിട്ടുണ്ടാവും. ഒരു വാർത്ത അങ്ങനെ കൊടുക്കണമെന്ന് നിർബന്ധമാണോ? ഒരു ദുരന്തം ഉണ്ടായി കഴിഞ്ഞാൽ ആ ദുരന്തം അത്രമാത്രം ഒരു മനുഷ്യന്റെ മനസ്സിലേക്ക് എഫക്ട് ചെയ്യണമെന്ന് വെച്ചിട്ട് അത്രയും ഉള്ളിലേക്ക് പോകേണ്ട കാര്യമുണ്ടോ? എന്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ അങ്ങനെയൊന്നും ആവശ്യമില്ല. ഒരു വാർത്ത കൊടുക്കുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട്. ഒരു വീടിന്റെ എവിടെ വരെ പോകണം, ഒരു മനുഷ്യന്റെ സ്വകാര്യതയുടെ എവിടെ വരെ പോകണം എന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട്. എല്ലാവരും ഒരു മനുഷ്യൻ കരയുന്നതും, അല്ലെങ്കിൽ ഒരു മകൻ മരണപ്പെട്ട സങ്കടത്തിലിരിക്കുന്ന അച്ഛനോട്, അമ്മയോട്, അല്ലെങ്കിൽ ഭാര്യ മരണപ്പെട്ടിരിക്കുന്ന ഭർത്താവിനോട്, അല്ലെങ്കിൽ ഭർത്താവ് മരണപ്പെട്ടിരിക്കുന്ന ഭാര്യയോട് ചോദ്യം ചോദിക്കുന്നതിന് കുറച്ചല്ല ഒരു മര്യാദ ഉണ്ടോ? അതൊരു മനുഷ്യത്വം വേണം. മനുഷ്യത്വം എന്ന് പറഞ്ഞ സാമാനം തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത, ഒരിക്കലും പഠിക്കാത്ത മാധ്യമങ്ങൾ ഇന്നലെ കാണിച്ച ഒരു തന്തയില്ലായ്മ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. വാ. ഞാൻ രാവിലെ കൊണ്ടുവന്ന് എൻ്റെ മോനെ നമ്മുടെ ഇവിടെ ആക്കി, നമ്മളെ എന്തുവാ ട്യൂട്ടോറിയലാക്കിയില്ലേ, ഞാൻ അവിടെ ആക്കിയിട്ട് ഞാൻ പിന്നെ വൈകിട്ട് ചെരുപ്പ് മേടിക്കാൻ പറഞ്ഞ് പോയതാ. സ്കൂളിൽ പോയി പിന്നെ അവിടെ നിന്ന് പിന്നെ ഞാൻ ഇവിടെ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നെ ആൾക്കാർ വിളിക്കുന്നു, പെട്ടെന്ന് ഹോസ്പിറ്റലിൽ ചെല്ലാൻ പറഞ്ഞ്. എനിക്ക് അത്ര അറിയത്തുള്ളൂ, എനിക്കതിൽ കൂടുതലൊന്നും അറിയത്തില്ല. ആ ഹൂളിൻ്റെ അനാസ്ഥ എന്തോ കാര്യങ്ങൾ എനിക്കൊന്നും അറിയത്തില്ല, മറ്റു കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല. എൻ്റെ മോനെ എനിക്ക് നഷ്ടപ്പെട്ടു, അത്രേ ഉള്ളൂ. എനിക്ക് 2 മക്കളാണ്. ഇളയാളുണ്ട്, അവൻ 6ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. എനിക്ക് മേശിരി പണിയാണ്. കുട്ടികളുടെ അമ്മ ഇവിടെ ഇല്ല. പണിയില്ലായിരുന്നു. അപ്പൊ ഞാൻ വൈകിട്ട് നേരത്തെ വരാൻ മോനെ എന്നും പറഞ്ഞ് ഞാൻ പോരുന്നതാ. മോനെ അവിടെ കൊണ്ടാക്കിയിട്ടേ എനിക്ക് വേറെ ഒന്നും അറിയത്തില്ല. എൻ്റെ മോനെ സ്കൂളിൽ കൊണ്ടാക്കിയിട്ട് ഞാൻ പോരുന്നതാ. എനിക്ക് അത്ര അറിയത്തുള്ളൂ. ആ മരണപ്പെട്ട കുട്ടിയുടെ അച്ഛനോടാണ് ആ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ചോദ്യങ്ങൾക്കൊരു പരിധിയില്ലേ, പിന്നെയും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. മക്കളെത്രയുണ്ട്, രാവിലെ നിങ്ങളാണോ കൊണ്ടാക്കിയത്, എന്തൊക്കെയാണ് ഇവർക്ക് അറിയേണ്ടത്? അത്രയും സങ്കടപ്പെട്ടിരിക്കുന്ന ഒരു മനുഷ്യനോട് ഇമാതിരി ചോദ്യം ചോദിക്കാൻ വേണ്ടിട്ട് ഒരു തന്തക്കല്ല, പല തന്തക്ക് പറന്നാലും നടക്കൂല. എണ്ണമില്ലാത്ത തന്തകൾക്ക് പറക്കണം. ഇവരാണ് മനുഷ്യത്വത്തെക്കുറിച്ച് പറയുന്നത്, ഇവരാണ് മറ്റുള്ളവരുടെ വിഷമത്തെക്കുറിച്ച് പറയുന്നത്, ഇവരാണ് ഇരുന്നിട്ട് മറ്റുള്ളവരെ കുറ്റം പറയാൻ വേണ്ടി അന്തിച്ചർച്ചകൾ നടത്തുന്നത്. ആ മൈക്കിന്റെ അത് കണ്ട പേര് കേരളത്തിലെ നമ്പർ 1 മാധ്യമമായ ഏഷ്യാനെറ്റ് ആണ്. ലോകത്തിലെ എല്ലാ മാധ്യമങ്ങളെ കുറിച്ച് വരെ തെറ്റ് പറയുന്ന, കുറ്റം പറയുന്ന ഏഷ്യാനെറ്റ് നിങ്ങൾക്ക് നാണമുണ്ടോ? രാത്രികാലങ്ങളിൽ ഇനി നിങ്ങൾ എന്ത് മനുഷ്യത്വത്തിന്റെ പേരിലാണ് ചർച്ച നടത്തുക? പിന്നൊന്നും മനോരമ ന്യൂസ്, നിങ്ങൾക്കെല്ലാം വേറെന്തെങ്കിലും പണിക്ക് പോയിക്കൂടോ? ഇനി നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് മാതൃഭൂമി ന്യൂസിന്റെ വളരെ നന്മകരമായ ഒരു പ്രവർത്തനം കേട്ടോ. ഞാൻ മോനെ ഇമാതിരി നന്മ മരങ്ങൾ വേറൊരു ചാനൽ ഉണ്ടാവില്ല. നമുക്ക് കണ്ടുനോക്കാം. വലിയ ദുഃഖകരമായ സങ്കടകരമായ അവസ്ഥയാണുള്ളത്. ആ മിഥുന്റെ അച്ഛന്റെ അമ്മയുടെ സങ്കടം, കരച്ചിൽ ആർക്കും കേട്ട് നിൽക്കാൻ വേണ്ടി പറ്റില്ല. നമ്മൾ കാണുന്നത് നമുക്ക് അവിടേക്ക് ക്യാമറ കൊണ്ടുപോകാൻ പോലും പറ്റാത്ത അത്രമേൽ സങ്കടകരമായ അവസ്ഥയാണ്. ആ അച്ഛന്റെ അമ്മ കരഞ്ഞ് തളർന്നു കിടക്കുന്ന അവസ്ഥയാണ്. അവരുടെ സ്നേഹമുള്ളവരെ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നില്ലേ എന്ത് നല്ല മാധ്യമ പ്രവർത്തകൻ.
എന്ത് നല്ല മാധ്യമമാണ് മാതൃഭൂമി. മനുഷ്യത്വം കണ്ടില്ലേ? ആ അമ്മയുടെ കരച്ചിൽ കാണാൻ കഴിയാത്തോണ്ട് ക്യാമറയുമായി അങ്ങോട്ട് പോകുന്നില്ല. ഇതിലും നല്ലൊരു മാധ്യമം, ഇതിലും ഉത്തമമായ ഒരു മാധ്യമ പ്രവർത്തനം വേറെ ഉണ്ടോ? അല്ലേ? ഇത് പാർട്ട് 1 ആണ്. പാർട്ട് 2 നിങ്ങൾക്ക് കാണിച്ചുതരാം. ഇതേ മാധ്യമ പ്രവർത്തകൻ ആ വീടിന്റെ ഉള്ളിൽ കയറിയിട്ട് ആ അമ്മയുടെ കരച്ചില് എങ്ങനെയൊക്കെ ഒപ്പിയെടുക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ ഒപ്പിയെടുക്കുന്ന ഒരു കാഴ്ച. ഇതിന് ഞാൻ എന്താണ് വിളിക്കേണ്ടത്? ഈ മാധ്യമ പ്രവർത്തനെ എന്താണ് വിളിക്കേണ്ടത്? കണ്ടു നോക്ക്. എന്റെ പൊന്നുപോലെ എല്ലാത്തിനും പത്ത് കിട്ടി. അവനെ എങ്ങനെ ദൂരെ പാളുകളിക്ക് കൊണ്ടുപോകുന്നത്. അവിടെ കൊണ്ടുപോയതാണോ എന്റെ മോനെ? ഇന്നലെ മെല്ലാന്ന് വന്ന് പറഞ്ഞതാ. എന്റെ പൊന്നുപോലെ എന്റെ പൊന്നുപോലെ എന്റെ പൊന്നുപോലെ എന്റെ പൊന്നുപോലെ എന്റെ പൊന്നുപോലെ ഞങ്ങളുടെ എന്റെ പൊന്നുപോലെ നല്ല രീതിയിൽ ഒരുപാട് വരാൻ പഠിച്ചിട്ട് ഈ കാണിച്ചത് ആ അമ്മൂമ്മയുടെ കരച്ചിലാണ്, ആ കുഞ്ഞിന്റെ അമ്മൂമ്മയുടെ. ഈ മാതൃഭൂമിക്കാരാ ഇനി അതിന് മുന്നേ പറഞ്ഞത് ആ അമ്മൂമ്മയുടെ കരച്ചില് കാണിക്കാൻ കഴിയില്ല എന്നാണ്, നെഞ്ചു പൊട്ടുമെന്നാണ്, അതുകൊണ്ട് കാണിക്കുന്നില്ല എന്നാണ്. അപ്പൊ താൻ ഇപ്പൊ കാണിച്ചത് എന്താണ്? ഇതിനൊക്കെ എന്തും മറുപടിയാടോ പറയേണ്ടത് തന്നോടൊക്കെ മാതൃഭൂമി? പിന്നെ ഇന്നലെ ഞാൻ എല്ലാ മാധ്യമങ്ങളും ഇന്നലെ കുറ്റം പറയുന്നില്ല, 1-2 മാധ്യമങ്ങൾ മാന്യമായ പരിപാടി ചെയ്തിട്ടുണ്ട്. ആ മരണപ്പെട്ട അച്ഛനോട് ചോദ്യം നിങ്ങൾ ചോദിച്ചില്ല. ആ മരണപ്പെട്ട അച്ഛന്റെ സുഹൃത്തിനോട് ചോദ്യം ചെയ്യിക്കാനുള്ള അത്രയും മാന്യത കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഏഷ്യാനെറ്റ്, മനോരമ, മാതൃഭൂമി, നിങ്ങൾ 3 പേരും ഇന്നലെ ചെയ്തത് കേരളത്തിലെ ഗവൺമെന്റും അവിടുത്തെ PTA-യും അവിടുത്തെ മാനേജ്മെന്റും അവിടുത്തെ മാഷുമാറും ആ ലൈൻ കമ്പി അവിടെ കണ്ടിട്ട് മൈൻഡാക്കാതെ പോയ ഓരോരോ ആൾക്കാരും ചെയ്ത അതേ കുറ്റമാണ്, അതേ മനുഷ്യത്വമില്ലായ്മയാണ് നിങ്ങൾ 3 പേരും ഇന്നലെ കാണിച്ചത്. കേരളത്തിന്റെ മനസാക്ഷിക്ക് പോലും നിരക്കാത്ത ഒരു ചെറ്റത്തരം. നമ്മളാരും വിവരവും ബുദ്ധിയും മനുഷ്യത്വവും ബാക്കിയുള്ള ഒരാളും ഉറ്റവരാരെങ്കിലും മരിച്ചു കിടക്കുന്നവരോടൊക്കെ പോയിട്ട് ആ മരിച്ചു കിടക്കുന്നവരോട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, നിങ്ങൾക്ക് ഇപ്പൊ എങ്ങനെ തോന്നുന്നു, നിങ്ങൾക്ക് എത്ര വിഷമം തോന്നുന്നു, നിങ്ങൾക്ക് ഇവരെ മിസ് ചെയ്യുന്നുണ്ടോ, നിങ്ങൾ രാവിലെ ഇവരുടെ കൂടെ ഉണ്ടായിരുന്നോ, ഇങ്ങനെ ഓരോ ചോദ്യങ്ങൾ ചോദിച്ച് അവരെ കരയിപ്പിക്കുന്ന തന്തയില്ലായ്മ ബോധവും വിവരമുള്ള ഒരു മനുഷ്യനും ചെയ്യില്ല. പക്ഷെ കേരളത്തിലെ മാധ്യമങ്ങൾ, മൊത്തം മാധ്യമങ്ങളെ ഞാൻ പറഞ്ഞില്ലെങ്കിലും കുറച്ച് മാധ്യമങ്ങൾ, ചില മാധ്യമങ്ങളൊന്നും ചെയ്യുന്നുണ്ട്. അതിൽ കേരളത്തിലെ നമ്പർ 1 ചാനലാണെന്ന് അവകാശപ്പെടുന്ന ഏഷ്യാനെറ്റ് എപ്പോഴും മുൻപന്തിയിലാണെന്ന് ഞാൻ പറയുന്നു. അപ്പൊ ആ മരണപ്പെട്ട കുട്ടിയുടെ അച്ഛന്റെയും അമ്മയുടെയും അവരുടെ ബന്ധുക്കളുടെ എല്ലാ ദുഃഖത്തിലും പങ്കുചേർന്നുകൊണ്ട് ഈ നാറിയ മാധ്യമ പ്രവർത്തനം എന്നാണോ നിങ്ങൾ നിർത്തുക, അന്നേ നിങ്ങൾക്കിനി മനുഷ്യത്വത്തെക്കുറിച്ച് സംസാരിക്കാൻ അവകാശമുള്ളൂ കേരളത്തിലെ മാധ്യമങ്ങളെ എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഒരുപാട് സങ്കടത്തോടു കൂടി ഒരു സുലാൻ.